ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി റൈസ് റെസിപ്പി നോക്കാം. ബാച്ചിലേഴ്സിനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി പീസി റൈസ് റെസിപ്പിയാണിത്. ഇത് തയ്യാറാക്കാനായി ഒരു കുക്കറിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്, കുറച്ച് കോക്കനട്ട് ഓയിലും ചേർക്കുന്നുണ്ട്, പിന്നെ അതേണ്ട് പട്ട, ഏലക്ക, ഗ്രാമ്പൂ എന്നിവ ഈ ഒരു അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും കുറച്ച് കശുവണ്ടി, കുറച്ച് കിസ്മിസ് എന്നിവ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഫ്രോസൺ ആയിട്ടുള്ള പച്ചക്കറികൾ കയ്യിലുള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. അങ്ങനെ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സാധാരണ പച്ചക്കറികൾ, അതായത് ക്യാരറ്റും ബീൻസും ഗ്രീൻ പീസും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴറ്റി പച്ചക്കറികളുടെ പച്ചക്കൊത്തൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ പച്ചക്കറികളൊക്കെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി ബാലൻസ് ചെയ്യണം. ആ ഒരു രീതിക്ക് തന്നെ വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് ബസ്മതി റൈസ് ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 1.5 കപ്പ് ബസ്മതി റൈസിന് 3 കപ്പ് വെള്ളം എന്നതാണ് കണക്ക്. പക്ഷെ നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാടങ്ങ് വെന്ത് പോകുന്നത് പോലെ തോന്നാറുണ്ട്. പച്ചക്കറികളൊക്കെ ഒന്ന് സോട്ടായി വന്നിട്ടുണ്ടെങ്കിൽ ഇനി അതിലേക്ക് 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിള കയറ്റിയെടുക്കാം. ഇപ്പം ഈ പച്ചവെള്ളം ഒഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളമാണെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പം ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് തിള കയറി വരും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ റൈസ് സോക്ക് ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ആ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. റൈസ് കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ആക്കാം. ഉപ്പിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് കറക്റ്റ് പാകമായിരിക്കണം നമ്മൾ ഈ വറ്റിച്ചെടുക്കുമ്പം. അപ്പം കറക്റ്റായിട്ട് ഒട്ടും കൂടുകയോ കുറയുകയോ ചെയ്യാത്ത രീതിയിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് തിള കയറാനായിട്ട് ഈ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാവേ. വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ച് ഫ്ലെയിം ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിത് ഒരു വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പം വിസിൽ ശ്രദ്ധിച്ചോളുക, ഒറ്റ വിസിൽ മാത്രമേ കുക്ക് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു വിസിൽ വരെ കുക്ക് ചെയ്ത് ഒരു 15 മിനിറ്റും കൂടെ ഞാൻ അതേ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ആ ചൂടത്ത് തന്നെ ഒന്ന് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, നമ്മളുടെ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ കുഴഞ്ഞും പോയിട്ടില്ല, എന്നാൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുമില്ല. നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഉടനെ തന്നെ ചൂടോടുകൂടെ അങ്ങ് ഇട്ട് കുഴയ്ക്കരുത്. ജസ്റ്റ് ഇതുപോലെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റാൻഡമായിട്ട് മിക്സ് ചെയ്യാനേ പാടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇത് ചൂടായതിനു ശേഷം നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഒട്ടും തന്നെ കുഴഞ്ഞും പോയിട്ടില്ല, ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുമില്ല. അപ്പോൾ അതേ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.